എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. ഈ ഷിരൂരിൽ മണ്ണിടിഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഇവിടെ മഴയത്തുണ്ടായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയൊരു കുന്നൊക്കെ ഇടിച്ചു മാറ്റി, പാറയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ചെങ്കോട്ട് കാവാണ്. അപ്പോൾ ചെങ്കോട്ട് കാവിൽ നിന്ന് നന്ദി വരെയാണ് കൊയിലാണ്ടി ബൈപ്പാസ് ഉള്ളത്. അതായത് NH66 കൊയിലാണ്ടി ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസ്സായിട്ടാണ് കടന്നു പോകുന്നത്. ഒരു അടിപൊളി ബൈപ്പാസ്സാണ്. അതായത് ഒരുപാട് ടാസ്കുകളാണ് ആ ഒരു ബൈപ്പാസിൻ്റെ വർക്കിൽ നമുക്ക് പല സ്ഥലത്ത് കാണാൻ പോകുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാം വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടുന്ന് ഇടത്തോട്ട് നേരെ പോകുന്നത് കൊയിലാണ്ടി ടൗൺ ഭാഗത്തൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ചെങ്കോട്ട് ആവുന്ന നേരെ നന്ദി വരെ ഒരൊറ്റ ബൈപ്പാസ്സാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ വഴി പോകാനാണ് ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നത്. പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് വണ്ടിയിൽ ഹോണൊക്കെ അടിച്ച് കാണിച്ചു. അപ്പോൾ ബൈപ്പാസിൻ്റെ വർക്ക് ഇവിടെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാനൊരു 6 മാസം മുമ്പ് വന്നപ്പോൾ ഞാൻ ഈ വഴി കയറിയിട്ടില്ല. ബൈപ്പാസ് കയറാതെ നേരെ കൊയിലാണ്ടി വഴിയാണ് പോയത്. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതായത് എന്തൊക്കെയോ വർക്ക് ഇവിടെ നടന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. കൊയിലാണ്ടി ബൈപ്പാസ് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കുറവാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. സർവീസ് റോഡ് ഇവിടെ ടാറിങ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പോലല്ലേ? യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉദ്യമം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോ, അങ്ങോട്ട് കയറാൻ വല്ല വഴിയുണ്ടോ? പുള്ളി പറഞ്ഞ് ഇവിടുന്ന് വലത്തോട്ട് കയറിയാൽ പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിന് മറ്റേ കക്ഷി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ കൂടെ ഒന്ന് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുള്ളി ഇന്ന് ആട്ടുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കും പോലെ എന്താണ് കൊയിലാണ്ടി ബൈപ്പാസ് കേട്ടോ, അടിപൊളിയാണ്. വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വർക്ക് ഇവിടെയൊക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒന്നുമല്ല. ഇവിടെ ആൾക്കാരാരുമില്ല. അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരാമായിരുന്നു കേട്ടോ. നമുക്കൊരു മിനിമം സ്പീഡ് പിടിച്ച് ഈ വഴി കൂടെയൊക്കെ പോകാൻ പറ്റും. കുറേ ദൂരം വന്നപ്പോഴതാ ഇങ്ങനെയാണ് കാണുന്നത്. മണ്ണൊക്കെ അടിച്ച് ലെവലാക്കി വിട്ടിട്ടുണ്ട്.
ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ്. അത് ഇടിച്ച് ലെവൽ ചെയ്തിട്ടാണ് സെൻട്രൽ ഭാഗത്തൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. എന്തായാലും വണ്ടികളൊക്കെ ഇടയ്ക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കുറച്ച് വർക്ക് ഡിലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വണ്ടി കയറ്റുന്നതുകൊണ്ട് ഈ ഹൈവേക്കാരുടെ പണിക്കൊക്കെ കുറച്ച് താമസം വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ റെഡി മിക്സ് കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുവന്ന വണ്ടികളാണ്. ഓക്കെ, ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. ഒരു കാറ് മുന്നേ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ആ കാറിൻ്റെ പുറകെ പോവുകയാണ്. കാറ് ഈ നാട്ടുകാരുടെ കാറാവാനാണ് സാധ്യത. എന്തായാലും ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് താഴ്ന്ന സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് കാണുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ടാസ്കുകൾ. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ വന്നാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടം വരെ വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് റൈറ്റിൽ കുറച്ച് പാറയൊക്കെയാണ്. അതുകൊണ്ട് അവിടെ മണ്ണിടിപ്പ് തൽക്കാലം നിർത്തി വെച്ചതായിട്ട് കാണാം. പിന്നെ ഇവിടം വരെ ഉള്ളൂ വർക്ക്. പിന്നെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് മഡ് റോഡാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ്. ഫ്രണ്ടിൽ നിന്ന് ഒരു ബൈക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഈ നാട്ടുകാരാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നു. പ്രശ്നം വണ്ടിയുടെ ചെയിനിൽ പെട്ടെന്ന് ഈ പൊടി അടിക്കും. അപ്പോൾ എനിക്ക് ചെയിൻ ലൂബ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. അതാണ് ഈ പൊടിയിൽ കൂടെ നമുക്ക് ബൈക്ക് കയറ്റുമ്പോഴൊരു മെയിൻ വിഷയം. ചെയിൻ ക്ലീൻ ചെയ്യേണ്ടി വരും ഈ ഒരു പൊടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ചൊരു പണിയാണ്. അടിപൊളി. അപ്പോൾ കുറേ ദൂരം എങ്ങനെയാണ് കേട്ടോ. നല്ല കാര്യമായി മഡ് റോഡ് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് NH-66. അപ്പോൾ ഈ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതുവരെ നമ്മൾ കണ്ട ഒരു മലബാർ ഏരിയയിലെ മണ്ണല്ല ഇവിടേക്കുള്ളത്. കുറച്ച് ബലം കുറഞ്ഞ മണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ ഇവിടെ കുറച്ച് ഡിലേ കാണുന്നത്. പിന്നെ അതുപോലെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതുവേ ഈ തോടുകളൊക്കെ വരുന്ന ഭാഗത്ത് പൊതുവേ കുറച്ച് വർക്ക് എല്ലാ സ്ഥലത്തും ഡിലേ ആയിരിക്കും. കാരണം കോൺക്രീറ്റ് കഴിഞ്ഞാണ് ഇതിൻ്റെ ഈ സൈഡ് തീർക്കേണ്ടത്. ഇപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിരുന്നാൽ അത് ഉറയ്ക്കാനുള്ള സമയം കൊടുത്തിട്ടാണ് അതിൻ്റെ പുറത്തൂടെ വണ്ടികൾ കടത്തിവിടാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്തായിരുന്നാലും കുറച്ച് ഡിലേ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
കണ്ടോ, ഒരു വലിയൊരു കുന്നൊക്കെ ഇടിച്ചു മാറ്റി. ഓ, പാറയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല, എൻ്റെ ഭഗവാനെ, എന്ത് പൊക്കം ഇത്. ഇത്രയും പൊക്കത്തിലാണ് ഇവിടെ മണ്ണിടിച്ച് മാറ്റുന്നത്. ഓ, ഒരു സംഭവം തന്നെ കേട്ടോ. ഒരു വലിയൊരു കുന്നിനെ കീറി മുറിച്ച് പോവുകയാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഈ ഒരു ബൈപ്പാസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും സ്ഥലങ്ങളിൽ ഇത്രയും മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ എന്തായിരുന്നാലും ഒരു ഡിലേ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ നിന്ന് തീരുന്നില്ല കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങനെയാണ്, മഡ് റോഡ് തന്നെയാണ്. ഓ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ഒരു അണ്ടർ പാസേജ് ആണ്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വർക്ക് ഫാസ്റ്റ് ആവും. കാരണം ഇത്രയും വർക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കഴിയാനുണ്ടായിരുന്നത്, ഈ ഒരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു. അതായത് സൈഡിൽ മണ്ണി ഫില്ലിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത്രയും ഭാഗത്തൊരു സൈഡ് വോളുണ്ട്. ഇനി അതിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് കൂടെ കഴിഞ്ഞാൽ ഫാസ്റ്റായിരിക്കും വർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. വളരെ ടാസ്ക്കാണ്. എന്തായാലും ഈ സ്ഥലം നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരിക്കുമായിരുന്നു കേട്ടോ. കാര്യമായ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു പോർഷൻ കഴിഞ്ഞ് മുന്നോട്ടാണ്. ഇവിടെ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അന്വേഷിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെയും ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ഒരു ഡിലേ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നങ്ങനെ അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ വഴി വന്നിട്ടില്ല. ഒരു കുന്നിനെയൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് കീറി മുറിച്ചുകൊണ്ടുള്ള ഹൈവേ വർക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു വലിയൊരു ചരിത്രവും അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയൊരു ഒരു അപ്ഡേറ്റൊക്കെയാണ്. ഇല്ല, ഈ വഴിക്ക് തന്നെ പോവാം. ബൈക്ക് പോവും. അപ്പോൾ എന്തായാലും അത് ഭയങ്കരമായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ NH-66 ഒരു പുതിയൊരു സ്ഥലം ഏറ്റെടുത്ത് സാധാരണ റോഡിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരല്ല ചെയ്യുന്നത്. ഒരു സ്ഥലം, പുതിയ സ്ഥലം മണ്ണിടിച്ച് ലെവൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈവേ പണിതെടുക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്.
ഉണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം മഴയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു തോടോ എന്തോ ആണ് സെറ്റപ്പ്. അപ്പോൾ അതിന് കുറുകെയല്ല, അതിന് കടന്നു പോകാനുള്ള കറക്റ്റ് കോൺക്രീറ്റ് വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. തോടാണോ അതോ അണ്ടർ പാസേജ് ആണോ എന്നറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ഭാഗത്തുള്ളൊരു വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മണ്ണ് ഫില്ലിങ്ങൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തുടങ്ങിയതായിട്ട് കാണാം. മെറ്റലൊക്കെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതായത് ഇതിന് മെറ്റീരിയൽസിനൊന്നും ഒരു കുറവും വരരുത് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ഒരു അണ്ടർ പാസേജ് ആണോ അതോ തോടാണോ എന്നറിയില്ല. അപ്പോൾ അതും കൃത്യമായിട്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ വർക്കുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ്ങൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്നൊരു സ്ഥലം കണ്ടോ. ഇവിടെ മണ്ണ് ഫില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ടാറിങ് വർക്ക് വരെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വർക്ക് തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരു സ്ഥലം പോലും അവർ ഡിലേ ഇടാതെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ കാണുന്നത് അങ്ങനെയാണ്. കുന്നുപോലെ ഈ മെറ്റലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഈ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റും, നന്ദി വരെ. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു വയലെന്തോ ആണ്, ആ വയലാണ് കേട്ടോ. ഇവിടെയും ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ വർക്കും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ടാറിങ്ങിൻ്റെ ഏകദേശം ഒരു 60% വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. പിന്നെ ചെങ്കോട്ടുകാവ് നിന്ന് നന്ദി വരെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ബൈപ്പാസ് തന്നെയാണ് ഇത് ഓപ്പണായി വരുമ്പോൾ. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഈ കൊയിലാണ്ടി ഭാഗത്ത് പോയി കറങ്ങേണ്ടതില്ല. അപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസ് പോലെ നല്ലൊരു ബൈപ്പാസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഡിലേ പോലെയൊക്കെ കാണുന്നുണ്ട് ഇത്രയും ഭാഗമൊക്കെ. ഇനി അങ്ങോട്ടിന് വണ്ടി പോകുമെന്ന് എനിക്കറിയില്ല. വണ്ടി പോകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി പോകാൻ ഒരു സാധ്യതയില്ല. ആ റോഡെല്ലാം അടച്ചിട്ടുണ്ട്. വണ്ടി പോവില്ല. ഞാൻ വന്നത് അതിൻ്റെ മറ്റേ സൈഡിൽ കൂടെ ആയിരുന്നെങ്കിൽ വണ്ടി പോകുമായിരുന്നു കേട്ടോ. എന്തായാലും ഈ സൈഡിൽ കൂടെ ഞാൻ പോകുന്നില്ല, മറ്റേ സൈഡിൽ കൂടെ വണ്ടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്.
വണ്ടി പോകും. ഓക്കെ, താങ്ക് യു. വണ്ടി പോകുമെന്നാണ് അവർ പറയണത് കേട്ടോ, ചോദിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന് ഇതെങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുന്ന സ്ഥലം ഞാൻ പോകുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഓ, ഇതെന്ത് മെഷീനാണ് ഇത്? ഓ, ഇതൊരു വയലാണ് കേട്ടോ. ഈ വയലിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയാണ് ഇങ്ങനൊരു ഹൈവേ കടന്നു പോകുന്നത്. അപ്പം ഇങ്ങനൊരു ഹൈവേ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഇത് നല്ലൊരു ഗ്രാമപ്രദേശമാണ്. ഈ സ്ഥലമൊക്കെ നല്ല ഡെവലപ്പാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം നന്ദി എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഹൈവേയുടെ സൈഡിൽ വയ്ക്കുന്ന സംഗതിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഉളയ്ക്കുന്നുണ്ട്. വർക്കൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഓ, ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയും കുന്നൊക്കെ ഇടിച്ചു മാറ്റിയിട്ടാണ് ഈ ഒരു ഹൈവേ പണിയുന്നത്. അടിപൊളി കാഴ്ച. ഓ, ഇതെന്ത് സ്ഥലം ഇത്? ഈ ഷിരൂരിൽ ലാൻഡ് സ്ലൈഡർ ഉണ്ടായ സ്ഥലം പോലെയുണ്ട് കാണാൻ. എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. ഈ ഷിരൂരിൽ മണ്ണിടിഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഇവിടെ മഴയത്തുണ്ടായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓ, എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ. ഇപ്പോൾ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ കൂടെ വരുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. അപ്പോൾ എന്തായാലും കൊയിലാണ്ടി ബൈപ്പാസ് ഓപ്പണാക്കി നമ്മൾ ഇതുവഴി കടന്നു വരുമ്പോൾ ഒരടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. അതേപോലെ ഇവിടെ ഒരു തോടോ എന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം ഇനി മുമ്പോട്ടുള്ള വർക്കുകളൊക്കെ പോകുന്നത്. അപ്പം ഈ ഒരു സൈഡ് കുറച്ച് ഡിലേ ആവാൻ ഇനിയും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാറ്റാടി മരങ്ങൾ നട്ടതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും സംഗതി കൊള്ളാം. ഇവിടെ ഈ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ഇത്രയും വലിയ ഈ മെറ്റിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഓ, എന്തായാലും പൊളിക്കാഴ്ച സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അടിപൊളി. എനിക്ക് തോന്നുന്നത് ബൈപ്പാസ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു വലിയൊരു റെഡി മിക്സിൻ്റെ പ്ലാന്റൊക്കെ കാണാം. ഹൈവേ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റൊക്കെ ഇവിടെ നിന്നായിരിക്കണം ചെയ്യുന്നത്.
ഇവിടെ നിന്ന് ഇങ്ങനൊരു സൈഡിലൊരു സർവീസ് റോഡ് പോലെയുണ്ട്. ഓക്കെ, ഞാൻ അതുവഴി പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വണ്ടികളൊന്നും അവർ കടത്തി വിടുന്നില്ല കേട്ടോ. അത് അവരുടെ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലമാണ്. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ. അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവരുടെ റെഡി മിക്സ് പോലുള്ള കോൺക്രീറ്റ് പ്ലാന്റൊക്കെ അതിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വേറെ വണ്ടിയൊന്നും അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നില്ല. കുറച്ച് മുന്നോട്ടൊരു വഴിയുണ്ട്, ഞാൻ അതുവഴി ഒന്ന് കയറി നോക്കാണ്. ഓക്കെ, ശരിയാണ് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കോൺക്രീറ്റ് റെഡി മിക്സിൻ്റെ പ്ലാന്റൊക്കെ ഉള്ളതുകൊണ്ടാണ് വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റാത്തത്. ഓക്കെ, സിമൻറ്റ് വലിയ എന്താ പറയുക, ആ ഒരു കണ്ടെയ്നറല്ലല്ലോ, ഒരു ടാങ്കറിൻ്റെ അകത്ത് സിമൻറ്റ് കൊണ്ടുവരുന്നതാണ് ഇത്. അതിൻ്റെ വണ്ടികൾ ഭാരതി സിമൻറ്റ്, ഇതിൻ്റെയൊക്കെ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും റെഡി മിക്സ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സ്ഥലം വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആ ബൈപ്പാസ് എൻഡ് ആവണം കേട്ടോ. അപ്പം നന്ദി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര്. നന്ദി ബസാർ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആ ഒരു ബൈപ്പാസ് എൻഡ് ആവുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ എന്നെ ചെറുതാറിൻ്റെ ഒരുപാട് അപ്ഡേറ്റ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ എനിക്ക് പല സ്ഥലങ്ങളുടെയും പേര് എനിക്കറിയില്ല. അപ്പോൾ അറിയാത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.